ശ്രീ എസ് സി മൊയ്തീൻ, അങ്ങേക്ക് 12 മിനിറ്റ്. സർ, ശ്രീ ടി പി രാമകൃഷ്ണൻ അവതരിപ്പിച്ച നന്ദി പ്രമേയത്തെ ഞാൻ പിന്തുണയ്ക്കുകയാണ്. ഉചിതമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുടെയും നിലപാടുകളുടെയും അടിസ്ഥാനത്തിൽ ഒരു ബദൽ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിൽ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഈ 8 വർഷക്കാലം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പരിശ്രമിച്ചിട്ടുണ്ട്. ആ പരിശ്രമങ്ങൾ വർത്തമാനകാലത്ത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ദിശ നിർണ്ണയിക്കുന്ന രീതിയിലുള്ളതാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. സർ, ഈ കേരളം വിവിധ മേഖലകളിൽ ഇന്ത്യക്ക് മാതൃകയാണ്. അതിൻ്റെ വിശദാംശങ്ങളൊന്നും ഞാൻ സൂചിപ്പിക്കുന്നില്ല. ഏറ്റവും അവസാനം വ്യവസായ വികസനത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഈ കേരളം ഒന്നാമതെത്തി 28ാം സ്ഥാനത്ത് നിന്ന് എന്നുള്ള പ്രത്യേകതയും നമ്മുടെ ശ്രദ്ധയിലുണ്ട്. സുസ്ഥിര വികസനത്തിൽ, ഭവന നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ, ആരോഗ്യ പരിരക്ഷയുടെ കാര്യത്തിൽ രാജ്യത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞ വർഷങ്ങളാണ് കടന്നുപോയത് എന്ന് നമുക്കറിയാം. ആ വികസന നേട്ടങ്ങൾ കേരളത്തിൻ്റെ പ്രത്യേക പരിസ്ഥിതിയിൽ വിഷമകരമായ സാഹചര്യത്തിലാണ് നമ്മൾ നേടിയതും എന്ന് വ്യക്തമാണ്. വലിയ ദുരന്തങ്ങളുണ്ടായ ഈ നാട്ടിൽ കേന്ദ്ര ഗവൺമെൻറ് നേരത്തെ സൂചിപ്പിച്ച സാമ്പത്തിക ഉപരോധത്തിന് സമാനമായ രാഷ്ട്രീയ നിലപാടുകൾ അത് ഈ കേരളത്തിലുണ്ടാക്കിയ സാമ്പത്തിക പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങളെ മറികടന്നുകൊണ്ടാണ് ഈ നേട്ടങ്ങളിലേക്ക് കേരളം സഞ്ചരിച്ചത് എന്ന് കാണണം. ആ നേട്ടങ്ങൾക്ക് ഈ കേരളത്തിലെ ജനങ്ങളുടെ വലിയ പിന്തുണയും ഉണ്ടായിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഉപരോധമുണ്ടായിട്ടും ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനത്തിൽ, ഏതെങ്കിലും ഒരു സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിൽ ഈ ഗവൺമെൻറ് കുറവ് വരുത്തിയിട്ടില്ല. അത്തരമൊരു നിലപാട് സ്വീകരിച്ചത് സംസ്ഥാനത്തെ നികുതി വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ടാണ്. 2020-21 കാലത്ത് 40,000-ന് മുകളിലുണ്ടായിരുന്ന നികുതി വരുമാനം 71,000 കോടി രൂപയുടേക്കാക്കി വർദ്ധിപ്പിച്ച് കേന്ദ്ര ഉപരോധത്തെ മറികടക്കാനും ഈ സംസ്ഥാനത്തിൻ്റെ വികസനം മുടങ്ങാതിരിക്കാനുമുള്ള ജാഗ്രത ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിലും കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിച്ചു എന്നുള്ളതാണ് നമ്മുടെ സംസ്ഥാനത്തെ ഇന്നും ഈ ഉപരോധങ്ങൾക്കിടയിലും സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും ദുരന്തങ്ങൾക്കിടയിലും ഒന്നാമതായി കേരളത്തിന് നിലനിർത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. സാമ്പത്തിക കാര്യങ്ങളിലും സാമൂഹ്യനീതിയുടെ കാര്യത്തിലും മാത്രമല്ല, പട്ടിണിയില്ലാത്ത സംസ്ഥാനമായി കേരളം മാറി എന്നുള്ളിടത്തും മാത്രമല്ല, രാഷ്ട്രീയ നിലപാടിൻ്റെ കേരളത്തിലും ഈ സംസ്ഥാനം ഒന്നാമതാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്. രാജ്യത്താകമാനം വർഗീയ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് BJPയുടെ നേതൃത്വത്തിലുള്ള പരിശ്രമം ഉണ്ടാകുമ്പോൾ അതിനെ ചെറുത്തു നിൽക്കാൻ ഈ കേരളത്തിനെ തയ്യാറാക്കുന്ന കാര്യത്തിലും ഒരു രാഷ്ട്രീയ ബദൽ മുന്നോട്ട് വയ്ക്കാൻ, മതനിരപേക്ഷതയുടെ ഒരു രാഷ്ട്രീയ ബദൽ മുന്നോട്ട് വയ്ക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കായി എന്നുള്ള പ്രത്യേകതയും നമ്മുടെ സംസ്ഥാനത്തിനുണ്ട്. സാർ, നിങ്ങളിതിനെ എങ്ങനെയാണ് ഇടതുപക്ഷം സമീപിച്ചത്, ഇടതുപക്ഷത്തിൻ്റെ ഈ ഭരണ നടപടികളെ സമീപിച്ചത് എന്നുള്ളതും പ്രസക്തമാണ്. UDFൻ്റെ നിലപാട് ഏതെങ്കിലും കാലത്ത് കേരളത്തിലെ ഏതെങ്കിലും വികസന പ്രവർത്തനത്തിന് ഈ പ്രതിസന്ധികളുടെ കാലഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഈ സാമ്പത്തിക ഉപരോധത്തിൻ്റെ കാര്യത്തിൽ സംസ്ഥാനത്തെ ജനങ്ങളെ, മലയാളികളെ സഹായിക്കുന്നൊരു നിലപാട് UDFൻ്റെ നേതൃത്വം ഏതെങ്കിലും ഘട്ടത്തിൽ ഈ 8 വർഷക്കാലത്തിനിടയ്ക്ക് സ്വീകരിച്ചിട്ടുണ്ടോ? നിങ്ങളെല്ലാം നിഷേധാത്മകമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ വികസനത്തിനെതിരായിട്ടുള്ള സമീപനം സ്വീകരിക്കുകയാണ് ചെയ്തത്. അതൊരു ഇത്തരമൊരു കാര്യം സ്വീകരിക്കുമ്പോൾ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്തൊന്നും ചെയ്തില്ല എന്ന് വരുത്തി തീർക്കാനും അതിൻ്റെ ഭാഗമായി രാഷ്ട്രീയ ലാഭം നേടാനുമാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിലും നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ നിലപാടാണ് UDF സ്വീകരിച്ചതെന്ന് കാണണം. എല്ലാത്തിനെയും എതിർക്കുക. നിങ്ങൾ ലൈഫ് പദ്ധതി വന്നപ്പോൾ, കേരളത്തിലെ ജനങ്ങൾക്ക് വീട് കൊടുക്കാനുള്ള ഒരു സമഗ്രമായ പദ്ധതി വന്നപ്പോൾ അതിനെ എതിർത്തു എന്ന് മാത്രമല്ല, അതിനെ തുരങ്കം വയ്ക്കാനുള്ള നിലപാടും ഉണ്ടായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് നിങ്ങളുടെ നേതാവ് ശ്രീ ഹസ്സൻ പറഞ്ഞത് ഞങ്ങൾ വന്നാൽ ഇത് അവസാനിപ്പിക്കും എന്നാണ്. ബദലില്ല. അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തെ, ഇന്ന് ഇന്ത്യ മാതൃകയാക്കുന്ന കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ സംവിധാനത്തെ, ആർദ്രം പദ്ധതിയെ നിങ്ങൾ അഴിമതി ആരോപണം കൊണ്ട് ആ പ്രവർത്തനത്തെ തടയാൻ, തെറ്റായ അഴിമതി ആരോപണം, ഏതെങ്കിലും വസ്തുതയുള്ള അഴിമതി ആരോപണമല്ല, അതിൻ്റെ ഭാഗമായി അതിനെതിരായിട്ടുള്ള നിഷേധാത്മകമായ നിലപാട് നിങ്ങൾ സ്വീകരിച്ചു. കെ ഫോൺ പദ്ധതി വന്നപ്പോൾ, മറ്റ് സർവീസ് പ്രൊവൈഡർമാരുള്ളപ്പോൾ
ഈ കേരളത്തിലെ ഗവൺമെന്റ് എന്തിനാ കെ ഫോൺ പദ്ധതി കൊണ്ടുവരുന്നത് എന്ന് ആക്ഷേപിച്ച് അവരെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചു എന്ന് മാത്രമല്ല, കെ ഫോൺ പദ്ധതിയെ ഈ കേരളത്തിൽ വരാതിരിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രചരണവും ഈ സഭയുടെ വേദികളെയും നിങ്ങൾ പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്തത്. NH വികസനം ഉണ്ടായപ്പോൾ നമ്മുടെ രാജ്യത്തെ ഇത് നടക്കില്ല എന്ന് പറഞ്ഞവരാ UDFന്റെ നേതാക്കൾ. അതിൻ്റെ കൂടെ BJP ഉണ്ട്, അതിൻ്റെ കൂടെ ജമാഅത്തെ ഇസ്ലാമിയും മറ്റെല്ലാവരും കൂടി ചേർന്നുണ്ട്, നീലകണ്ഠന്മാരും ഒക്കെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. കേരളത്തിലെ പ്രസിദ്ധമായ വയൽക്കിളി സമരം അത് ഓർമ്മയിലുണ്ടാവും, ഇല്ലെങ്കിൽ ഓർമ്മയിലുണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പുറത്തുനിന്ന് മണ്ണ് കൊണ്ടുവന്ന് ഉൾപ്പെടെ നന്ദിഗ്രാമിൽ നിന്ന് മണ്ണ് കൊണ്ടുവന്ന് കേരളത്തിൻ്റെ ദേശീയപാത വികസനത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഇവിടെ അത് നടക്കേണ്ടതില്ല എന്ന് പറഞ്ഞ മഴവിൽ സഖ്യത്തിൻ്റെ കൂടെ ദേശീയ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസും അതിൻ്റെ കൂടെ ചേർന്നു, UDF അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, നേർനിരയിലുണ്ടായിരുന്നു എന്ന് കാണണം. ഇന്ന് ആ ദേശീയപാത കേരളത്തിൽ യാഥാർത്ഥ്യമാവുകയാണ്. ഇതുപോലെ വിഴിഞ്ഞം തുറമുഖ വികസനത്തിൻ്റെ സമയത്ത് അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ കമ്മീഷനിങ് തടയാൻ നിങ്ങൾ നടത്തിയ പരിശ്രമം, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അതിൽ സ്വീകരിച്ച സമീപനം ഈ കേരളം കണ്ടതാണ്. ഇന്ന് വിഴിഞ്ഞം പദ്ധതി പൂർത്തിയാവുകയാണ്. കേരളത്തിൻ്റെ കവാടമായി, തൊഴിലവസരമായി, നാളത്തെ കേരളത്തിൻ്റെ ഭാവി കേരളത്തിൻ്റെ പുരോഗതിയുടെ കവാടമായി വിഴിഞ്ഞം പദ്ധതി ഒരു ഘട്ടം കമ്മീഷൻ ചെയ്ത് തുടർ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. കേരയിൽ പദ്ധതിയെ നിങ്ങൾ പരാജയപ്പെടുത്താൻ ഇന്നിപ്പോൾ രാവിലത്തെ അവിടുത്തെ അടിയന്തര പ്രമേയം ഇവിടെ വന്നത് റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട സീറ്റില്ല, യാത്രക്കാർക്ക് ബുദ്ധിമുട്ട്, സീനിയർ സിറ്റിസൺസ് കോവിഡ് കാലത്ത് അവർക്ക് കിട്ടിയിരുന്ന ആനുകൂല്യങ്ങളില്ല, ശ്രദ്ധ ക്ഷണിക്കൽ, കോളിംഗ് അറ്റൻഷന്റെ ഭാഗം. അപ്പൊ അത്തരമൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഇന്ന് 3ഉം 4ഉം റെയിൽ വേണം എന്നല്ലേ പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ്? അതിനല്ലേ നിർദ്ദേശം ഉണ്ടാക്കിയത്? ആ നിർദ്ദേശത്തെ നിങ്ങൾ കുറ്റിവീഴുന്നവരായി കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഭാവി കേരളത്തിന്റെ യാത്രാ സൗകര്യത്തിന്, ഗതാഗത വികസനത്തിന്, ഭാവി കേരളത്തിന്റെ തൊഴിലവസരത്തിനൊക്കെ, ടൂറിസം വികസനത്തിനൊക്കെ ഒരു സഹായകമാകുന്ന പദ്ധതിയോട് ഇപ്പോഴും നിങ്ങൾ സ്വീകരിക്കുന്ന സമീപനം ജീവനുള്ളിടത്തോളം കാലം ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ്. UDFന് നടപ്പാക്കാൻ കഴിയാതിരുന്ന പദ്ധതികൾ ഈ കേരളത്തിൽ LDF നടപ്പാക്കേണ്ട എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിലിരിപ്പ്. നിങ്ങളുടെ നിരാശയുടെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് 2021 അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ല. അന്നും കുപ്പായം ഇട്ടുവെച്ചവർ തന്നെയാണല്ലോ. പക്ഷെ പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കുക, എല്ലാം മുടങ്ങിക്കിടന്നിരുന്ന പദ്ധതികളും UDFന്റെ കാലത്ത് മുടങ്ങിക്കിടന്നിരുന്ന പദ്ധതികളുള്ള ഉൾപ്പെടെ കേരളത്തിൽ നടപ്പാവുകയാണ്. കേരളത്തിന്റെ വൈദ്യുതി വികസനം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമല്ലേ? കൊച്ചി ഇടമൺ പവർ ഹൈവേ മുടങ്ങിക്കിടന്നിരുന്ന പദ്ധതി നടപ്പിലാക്കിയത് ഈ ഗവൺമെന്റ് വന്നപ്പോഴാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇടതുമുന്നണിയുടെ കാലത്ത് ഈ കേന്ദ്ര അവഗണനയെയും സംസ്ഥാനത്തിനോടുള്ള തെറ്റായ സാമ്പത്തിക നിലപാടിനെയും പ്രതിരോധിക്കാൻ നിങ്ങൾ ക്ഷണിച്ചതാ. ഈ കേരളത്തിന്റെ താല്പര്യത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കണം. ഇപ്പൊ നിങ്ങളുടെ സമീപനത്തിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട് സമീപകാലത്ത്. പക്ഷേ അന്ന് നിങ്ങളെ സ്വീകരിച്ച സമീപനം കേന്ദ്ര ഗവൺമെന്റ് ഈ നിലപാടിനെ ചെറുക്കാൻ നിങ്ങൾ തയ്യാറായില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സമരത്തിനെ സംബന്ധിച്ച് ശ്രീമാൻ TP രാമകൃഷ്ണൻ ഇവിടുത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ പോയി നടത്തിയ സമരത്തിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. കർണാടക ഗവൺമെന്റും അന്ന് സമരം നടത്തി. ഇത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തോൽപ്പിക്കാനുള്ളൊരു വിഷയമായി BJPയുടെ ഈ സാമ്പത്തിക ഉപരോധത്തെ നിങ്ങൾ ആയുധമാക്കുമ്പോൾ ഇന്ത്യയിലെ ഫെഡറലിസത്തെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. കർണാടക ഗവൺമെന്റ് അതുകൊണ്ടല്ലേ സമരത്തിന് പോയത്. ധനകാര്യ വകുപ്പ് ഇപ്പോൾ ഒരു കോൺക്ലേവ്, പ്രതിപക്ഷത്തുള്ള എല്ലാ ധനകാര്യ മന്ത്രിമാരുടെയും ഒരു കോൺക്ലേവ് കേരളത്തിൽ വിളിച്ച് ഈ ധനകാര്യ ഫെഡറലിസത്തിന്റെ കാര്യത്തിൽ സ്വീകരിക്കേണ്ട ഒരു പൊതു സമീപനം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിൽ നിങ്ങൾ ഇത്തരം ഒരു സമീപനത്തിന് അംഗീകരിക്കുന്നില്ല. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്, അതുകൊണ്ട് ഇതിനെ പരാജയപ്പെടുത്തണം എന്നുള്ള നിലപാട് നിങ്ങൾ തുടരുകയാണ്. അത് ആരെ സഹായിക്കാനാണെന്ന് നിങ്ങൾ ആലോചിക്കണം. നിങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി നിങ്ങൾ ഇപ്പോൾ സ്വീകരിച്ച സമീപനം വർഗീയവാദികൾ ഉൾപ്പെടെ കൂടെ ചേർക്കുമെന്നാണ്, തീവ്രവാദികൾ ഉൾപ്പെടെ. അതിന് പറയുന്ന ന്യായങ്ങളുമുണ്ട്. ലീഗിന്റെ തണലിൽ രാജ്യത്ത് മതരാഷ്ട്ര സ്ഥാപനം ഉണ്ടാകണമെന്നാഗ്രഹിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയും അതുണ്ടാക്കിയ വെൽഫെയർ പാർട്ടിയും SDPIയും കൂടിച്ചേർന്നവർ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ആരുടെ കൂടെയായിരുന്നു എന്ന് കോൺഗ്രസ് വ്യക്തമാക്കും എന്ന് ഞാൻ കരുതുക. പാലക്കാട് അത് പ്രകടമായല്ലോ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ വിജയത്തിൽ കോൺഗ്രസിനല്ല ഞങ്ങൾക്കാണ് അവകാശം എന്ന് പറഞ്ഞ് കോൺഗ്രസും UDFും അല്ല ആദ്യം പ്രകടനം നടത്തിയത്, SDPIയും ജമാഅത്തെ ഇസ്ലാമിയുമാണ്. അതിന് നിങ്ങളിപ്പോൾ ന്യായീകരിക്കുക RSS ഉയർത്തുന്ന മതരാഷ്ട്രവാദമാണ്. കേന്ദ്ര ഗവൺമെന്റ് ഭീഷണമായ നിലപാട് ഇന്ത്യയുടെ മതേതരത്വത്തിനും മതനിരപേക്ഷതയ്ക്കും ഭീഷണിയാവുമ്പോൾ ഈ കേരളത്തിൽ അതിനെ ചെറുക്കാൻ, രാജ്യത്ത് അതിനാകെ ചെറുക്കാൻ
ഞങ്ങളാണുള്ളത് എന്ന് നിങ്ങൾ പറയുന്ന നിലപാട് ഈ ന്യൂനപക്ഷ മതവിഭാഗത്തിന്റെ പേരും പറഞ്ഞ് തീവ്രവാദം നടത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയെ സ്വന്തം ചിറകിൽ സംരക്ഷിച്ച് ലീഗ് കൊണ്ടു നടക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്ന, വോട്ടിന് വേണ്ടി അതിനെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസിന്റെ നിലപാടെന്താ ആ കാര്യത്തിൽ? നിങ്ങൾ അത്തരം ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചോ? ഹുക്കുമത്തെ ഇലാഹി എന്ന് പറയുന്ന മൗദൂദിയൻ വാദം ഉപേക്ഷിച്ചോ? കേരളത്തിലെ അമീറിനെ കൊണ്ട് നിങ്ങളിപ്പോ പ്രസ്താവന ഇറക്കിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിൽ നിൽക്കുന്നില്ല മതരാഷ്ട്രവാദത്തിൽ. പക്ഷേ എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും മതരാഷ്ട്രവാദം ഉയർത്തുന്ന ഇവരെ നിങ്ങൾ സ്വീകരിക്കുന്നത്. ലീഗിന്റെ നേതാവ് പാണക്കാട്ട് തങ്ങൾ ഇപ്പൊ പറഞ്ഞത്, ലീഗിന്റെ നേതാവ് എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഞാൻ അദ്ദേഹത്തെ വിമർശിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇന്നത്തെ കാലത്ത് ഫാസിസത്തിനെ എതിർക്കാൻ ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം ആവശ്യമാണ്. ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം എന്ന് പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമിയെയും വെൽഫെയർ പാർട്ടിയെയും നിങ്ങൾ കൂടെ കൊണ്ടു നടന്നു. ഏത് ഫാസിസത്തെയാണ് സാർ നിങ്ങൾ എതിർക്കുക? ഈ തീവ്രവാദ സംഘടനകൾ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന RSSന്റെ തന്നെ മറ്റൊരു വകഭേദമായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയെയും കൂട്ടാളികളെയും കൂട്ടുപിടിച്ച് നിങ്ങൾ ആരുടെ ഫാസിസത്തിനെ എതിർക്കുക? കോൺഗ്രസിന്റെ നിലപാടെന്താ? നിങ്ങൾ പച്ചക്കൊടി മാറ്റി വെച്ച് പച്ച ബലൂൺ പിടിച്ച് വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാലും നിങ്ങളുടെ നിലപാട് കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ വ്യക്തമാണ്. ഇത്തരമൊരു നിലപാട് ഈ കേരളത്തിന്റെ മതനിരപേക്ഷ ഭാവിക്ക് ഏൽപ്പിക്കുന്ന ആഘാതം എന്താ? കോൺഗ്രസിന് രാഷ്ട്രീയ അനുഭവങ്ങളുണ്ട്. കോൺഗ്രസ് സ്വീകരിച്ച ഈ മതനിരപേക്ഷ നിലപാടുകളിൽ നിന്നുള്ള വിട്ടുവീഴ്ച, ഭൂരിപക്ഷ വർഗീയതയോടുള്ള മൃദു സമീപനം കോൺഗ്രസിനെ ഇന്ന് എവിടെ കൊണ്ട് എന്നെത്തിച്ചു രാജ്യത്ത് എന്ന് കാണണം. നിങ്ങൾ പല സ്ഥലത്തും ഇല്ലാതായി. കോൺഗ്രസിൽ നിന്നാണ് ആളുകൾ BJPയിലേക്ക് പോയത്. ഇവിടത്തെ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സംഭാവനയെക്കുറിച്ച് സഖാവ് TP രാമകൃഷ്ണൻ സൂചിപ്പിച്ചു. രാജ്യത്തിന്റെ അനുഭവം അതല്ലേ? രാജ്യത്തിന്റെ അനുഭവം അതാ. രാജ്യത്തിന്റെ അനുഭവത്തിൽ, കോൺഗ്രസിനുണ്ടായ അനുഭവത്തിൽ നിങ്ങൾ പാഠം പഠിക്കുന്നുണ്ടോ? രാമജന്മഭൂമി പ്രശ്നത്തിൽ കർസേവ നടത്താൻ, ഭൂമി പൂജ നടത്താൻ ഒക്കെ നിങ്ങൾ കൊടുത്ത അനുഭവം, പള്ളി പൊളിക്കാൻ നിങ്ങൾ കൊടുത്ത അനുവാദം, അതൊക്കെ തന്നെ കോൺഗ്രസിനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എവിടേക്ക് കൊണ്ടുവന്നിച്ച് BJPയുടെ വളർച്ചയുണ്ടായത് അങ്ങനെയാ. നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ ഈ ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയോട് സ്വീകരിക്കുന്ന സമീപനം അത് കോൺഗ്രസിനെ ക്ഷീണിപ്പിച്ചിട്ടുണ്ടെന്ന് കാണണം. അനുഭവമുണ്ട് രാജ്യത്ത്. ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇപ്പോൾ കേരളത്തിൽ സ്വീകരിക്കുന്ന ഇടതുപക്ഷത്തിനെതിരായി 2 മിനിറ്റ് കൂടിയില്ലേ സാർ? അതെ, ഇവിടെ നോക്കിയാണ് സാർ ഞാൻ സംസാരിച്ചത്. തെറ്റാണ്. അല്ല, ഞാൻ ഇവിടെ സമയം നോക്കി തന്നെയാണ്. അതുകൊണ്ട് അത്തരമൊരു നിലപാട് നിങ്ങൾ സ്വീകരിക്കുന്നത് കേരളത്തിലെ മതനിരപേക്ഷ സംസ്കാരത്തിനെതിരായിട്ടുള്ള ഒരു നിലപാടാണ്. ഇടതുപക്ഷത്തിനൊരു വിരോധം ഉണ്ടാകാം, പക്ഷെ ആ ഇടതുപക്ഷത്തിനുള്ള വിരോധം തീർക്കാൻ നിങ്ങൾ സ്വീകരിക്കുന്ന രാഷ്ട്രീയ സമീപനം, UDF ഇപ്പൊ സ്വീകരിക്കുന്ന രാഷ്ട്രീയ സമീപനം അപകടകരമാണ്. അത് നമ്മുടെ നാടിനെതിരാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ രാജ്യത്ത് നമ്മുടെ നാടിനെ രക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന കോൺഗ്രസിന്റെ സ്ഥിതി എന്താ എന്ന് പരസ്പരം കണ്ടാമിണ്ടോ? നിങ്ങൾ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒരുമിച്ചിരിക്കോ? പ്ലീസ് കൺക്ലൂഡ്. കഴിഞ്ഞ ദിവസം ഞാൻ അവസാനിപ്പിക്കുകയാണ് സാർ. പത്രസമ്മേളനം നടത്താൻ മുഖ്യമന്ത്രിയെ കുറിച്ച് ഇനി ചർച്ച പാടില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് മാത്രമാണ് ആലോചിക്കേണ്ടത്. സംയുക്തമായി പത്രസമ്മേളനം നടത്താൻ പോലും കഴിയാതിരുന്ന ഒരു പാർട്ടി, ഈ കേരളത്തിൽ പരസ്പരം പോരടിക്കുന്ന ഒരു പാർട്ടി, നിങ്ങൾക്ക് എങ്ങനെയാ ഈ രാജ്യത്തെ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാനാവുക? സ്വന്തം പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ കഴിയാതെ രാജ്യത്തെ അപഹാസ്യമായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെതിരായി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടുള്ള ഇത്തരം നിലപാട് സ്വീകരിക്കുമ്പോൾ ആ നിലപാടുകളുടെ വിശ്വാസത ജനങ്ങൾക്കറിയാം. നിങ്ങൾ ഇനിയൊരിക്കലും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ, തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ, രാഷ്ട്രീയ നേതൃത്വത്തെയും ഭരണ നേതൃത്വത്തെയും ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒരു വിശ്വാസ്യതയും ഇല്ലാതെ പിൻവാങ്ങിപ്പോകേണ്ട ഒരു ദയനീയ പ്രതിപക്ഷമായി നിങ്ങൾ മാറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. ഈ കേരളം ഇതിനെയെല്ലാം അവഗണിച്ച് രാജ്യത്തിന്റെ, ഈ നാടിന്റെ വികസനത്തിനുമായി മുന്നോട്ട് പോകും. അതിനുവേണ്ടി ഈ നാടിന്റെ പിന്തുണയുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.